അയ്യോ പിന്നെ പിന്നെ നമ്മൾ ലാലേട്ടൻ ചോദിക്കുന്നത് ശരത്തിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച്. അപ്പം അനുമോൾ അതും എടുത്ത് പറയുന്നുണ്ട്, ശരത്ത് ഫേവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ശരത്തിന്റെ ടീമിനെ ഫേവർ ചെയ്തിട്ട് അവര് പറയുന്നതാണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇതേ അഭിപ്രായമാണോ എല്ലാവർക്കും എന്ന് ചോദിച്ചപ്പോ ഒരാള് പോലും ഈ അനുമോളുടെ കൂടെ നിൽക്കുന്ന നൂറയോ ആദിലയോ ശൈത്യ പോലും അവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവരെല്ലാവരുടെ ഉള്ളിലൊരു ഇൻഡിവിജ്വൽ ഗെയിമർ എവിടെയുണ്ട്. ഇവരാ ആ ഗ്യാങ്ങായി നിൽക്കുമ്പോ മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവർക്ക് ഗ്രൂപ്പ്. ഇത് അനുമോൾക്ക് മനസ്സിലാവണില്ല, നേരെ തിരിച്ച് ഇവർക്കും മനസ്സിലാവണില്ല ചില സമയത്ത്. രണ്ടുപേരും ഒക്കെ പൊട്ടന്മാരാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ. എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ട് അവിടെ, എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ഗ്രൂപ്പ് എന്നാണ് എല്ലാരും പറയുന്നത്, അക്ബർ ശരത്ത് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. സത്യം പറഞ്ഞാൽ അവിടെ 4-5 ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ കാര്യം എടുത്ത് ചോദിക്കുന്നുണ്ട്, അവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബിന്നി പറയുന്നുണ്ട് ശരിക്കും 2 ഗ്രൂപ്പ് രണ്ടെന്നല്ല, എത്ര ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ അനുമോളും ശൈത്യ, ആദില, നൂർ ഒരു ഗ്രൂപ്പാണ്. എന്താ ലൈവ് കാണണം, അവര് ഫുൾ ടൈം ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് പറയണെങ്കിൽ അക്ബറും ശരത്തും അവരൊരു ഗ്രൂപ്പ് തന്നെയാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ലൈവിലായാലും ഈ ആദിലയും നൂറയും അനുമോളും ശൈത്യയും പറയുന്ന അവര് ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോ പറയുന്നതൊക്കെ ഓപ്പോസിറ്റുള്ള ടീമിനെ കുറ്റം പറയാൻ വേണ്ടി. പക്ഷെ നേരെ തിരിച്ച് മറ്റേ ടീം സംസാരിക്കുന്നത്. അത് ഇതാണ് പറഞ്ഞത്, അവര് കാര്യങ്ങൾ ഗെയിമിംഗ് മെന്റാലിറ്റിയിൽ എടുക്കാതെ പേഴ്സണലായിട്ട് എടുക്കുക എന്നുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഈ മിണ്ടുമ്പത്തിനും പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ട്രിഗർ ആവണം. ഒരു പാവനൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് കരയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബോറ് പരിപാടിയാണ്. ഇതാ പറഞ്ഞ പേഴ്സണലായിട്ട് എടുക്കുക. അക്ബറിന്റെ ഫാമിലിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അക്ബർക്കാടെ വൈഫും അക്ബർക്കാരും പിരിയും എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് അത് ലാലേട്ടന്റെ അടുത്ത് എടുത്ത് പറയുന്നുണ്ട് അക്ബർ. പക്ഷെ അപ്പൊ അനുമോള് പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന്. നമ്മള് 24 hours കണ്ടോണ്ടിരിക്കണത്. അനുമോള് പറയുന്നുണ്ട് ഇവരൊക്കെ ഗ്രൂപ്പ് കളിയാണ്. ലാലേട്ടനോട് പറയുന്നുണ്ട് ഇവരൊക്കെ ഗ്രൂപ്പ് കളിയാണ്, ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ പറ്റില്ല ലാലേട്ടൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ എടുത്ത വായിൽ പറയുന്നത് ഗ്രൂപ്പ് കളിച്ചാൽ എന്താ, ഒരു നിയമത്തിൽ ടാർഗറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അതിനൊക്കെ മറികടന്ന് കളിക്കാന്നുള്ളതാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പൊ കിളി പോയാളെ ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല ഗ്രൂപ്പ് കളിക്കരുത്, ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം ആരോടും പറഞ്ഞിട്ടില്ല. കളിക്കണമെങ്കിൽ ഗ്രൂപ്പായിട്ട് കളിക്കാം, ഒറ്റയ്ക്ക് കളിക്കാം. അവര് ഗ്രൂപ്പ് തന്നെയല്ലോ കളിക്കണേ. അവര് ഈ പറയുന്ന അനുമോളും ഗ്രൂപ്പ് എന്നിട്ടാ കളിക്കുന്നേ. എന്നിട്ട് ഇവിടുന്ന് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അപ്പൊ കിടന്ന് കിണിക്കും, കരയും. ഈ പുറത്തുള്ള ആൾക്കാർ ട്രോളുന്നത് അക്ബറിന്റെ ഗ്രൂപ്പ് എന്ന്. ഇത് കറക്റ്റ് ലാലേട്ടൻ തന്നെ അതിനൊരു ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പിന്നെ അതുപോലെ ഭയങ്കര ചീരിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു ചൈനീസ് വേർഡ് ഭയങ്കര രസമാണ്. അല്ല അത് ബിന്നി ചൈനയിലാണ് പഠിച്ചത് അങ്ങനെ ഒരു കേസ് ഉണ്ടല്ലോ. അപ്പൊ ബിന്നീന്റെ അടുത്ത് ഇവര് പറഞ്ഞു, എന്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വേർഡ് പോടാ പുല്ലേ എന്ന് വിളിക്കുന്ന, പോടി പുല്ലേ എന്ന് വിളിക്കുന്നതിന് പകരം അങ്ങനെ ഒരു വേർഡ്, ചുമ്മാ ഒരു വേർഡ് ഇല്ല അങ്ങനെ ഒരു വേർഡിൽ ഒരു അർത്ഥമില്ല അതിന്. അങ്ങനെ ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വിളിക്കണ സമയത്ത് നീ വന്നിട്ട് അതൊക്കെ മോശമാണ്, ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് ഇവളോട് വന്ന് പറയാൻ പറയും ബിന്നിനോട്. അങ്ങനെ തുടങ്ങിയ പരിപാടിയാണത്. അപ്പൊ അതും കാര്യമൊക്കെ എടുത്തു അതങ്ങോട്ട് ഈ ചെറിയൊരു വാക്ക് കേൾക്കുമ്പോ അവർക്ക് എന്ത് ട്രിഗർ. നൂറൊക്കെ വെറുതെ കിടന്നിട്ടാണ് ഒന്നും മനസ്സിലാവാത്തൊരു കാര്യം. ഇപ്പോ ആമിക്ക് അറിയാത്തൊരു ഭാഷ ഞാൻ നോക്കിയിട്ട് വന്നിട്ട് ആമിനെ സ്പാനിഷിൽ തെറി വിളിക്കണം, ആമിക്ക് അറിയില്ല. ചിരിച്ച് തള്ളേണ്ട കാര്യമുള്ളൂ. അത് നമുക്ക് എഫക്ട് ചെയ്യണില്ല, ഒരു തരത്തിലും എന്നത് എഫക്ട് ചെയ്യണില്ല. എനിക്കത് മനസ്സിലാവണ പോലുമില്ല. മനസ്സിലായ വിളിക്കുന്ന ആളുടെ മെന്റാലിറ്റി വിട്. നമ്മ കേൾക്കുന്നവർക്ക് തിരിച്ചൊരു റിയാക്ഷൻ അതിനൊക്കെ അറിയാൻ നിൽക്കുക, അതിലെന്തുണ്ട്, അത് പ്രശ്നമുണ്ട്. നല്ലൊരു പ്ലേ ആയിരുന്നു കേട്ടോ, ഒരു പ്ലാൻ ചെയ്തിട്ട് ചെയ്ത നല്ലൊരു ഗെയിം ആയിരുന്നു. നല്ല രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മുടെ എവിക്ഷൻ, ഈ പ്രാവശ്യം എവിക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ലാലേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്കൊരു സംഭവം, ആര്യനെ പിടിച്ച് നല്ല വർക്കലുണ്ട് ലാലേട്ടൻ. അത് ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ ആര്യനെ പിടിച്ചിട്ട് നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട്, നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിനെ നെഗറ്റീവ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്, ലാലേട്ടനെ നെഗറ്റീവ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഫുൾ നെഗറ്റീവ്. ആ പറഞ്ഞത് സത്യം പറഞ്ഞാല് നമുക്കും പെട്ടെന്ന് ഫീൽ ചെയ്ത് ഉറങ്ങുമ്പോ വെക്കണോന്ന് വെച്ചാൽ തലയിൽ ഉറങ്ങുമ്പോ വെക്കേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോ ബോധമുള്ള ഒരുത്തൻ ചോദിക്കേണ്ട കുളിക്കുമ്പോ വെക്കണോ എന്തൊക്കെ അത് ചോദിക്കണ ലാലേട്ടനോടാണ്. ഭയങ്കര പ്രശ്നമാണത്. അതിന് ശേഷം ഹൗസിനുള്ളിൽ പോയിട്ടും പറയുന്നുണ്ട് ചേട്ടൻ ആള് മാറി, ബാക്കിയുള്ളവരോട് പറയണ പോലെ ആള് മാറി പറഞ്ഞ ലാലേട്ടനോട് പറഞ്ഞത്. അത് കളി മാറും, എന്തായാലും കളി മാറും. കാരണം ഒന്നാമത് ഇമാതിരി ഫാൻസും ഫാൻ പവറും ഉള്ള ഒരു മനുഷ്യൻ, ബേബിയുടെ അത്രയും ബേബി എന്ന് പറയുന്ന ലാലേട്ടനാണ്. ലാലേട്ടനെ കാണാൻ വേണ്ടിട്ടാണ് അവിടെ എല്ലാരും വരുന്നതും. ഈ പരിപാടി തന്നെ ആ ഒരു തലയുടെ മേലെയാണ്. അപ്പൊ ലാലേട്ടന്റെ പോലത്തെ ഒരാൾ അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ എന്റെ ഒരു ഇതില്
അളിയനെ വിക്റ്റ് ആവും. അല്ല ഞാൻ ഇന്നത്തെ കാര്യത്തിലായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷെ നാളെ എന്റെ പ്രൊമോഷൻ വന്നതിൽ നല്ല കൊട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് വിക്റ്റഡ് ആവാൻ വളരെയധികം ഇന്നത്തേലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇനി തോന്നില്ല എന്തായാലും ഇന്ന് ലാലേട്ടൻ വന്നത്തേക്ക് നാളെ ലാലേട്ടൻ ഉണ്ടാവില്ല. നാളെ ലാലേട്ടൻ ഇല്ലാത്ത എപ്പിസോഡ് ആണെന്നാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. അടുത്തൊരു എവിക്ഷൻ ചിലപ്പോ ആര്യനാവും പോവാ അടുത്ത നെക്സ്റ്റ് വീക്കിലോ ആയിരിക്കാം. കാരണം അത്രയും വോട്ട് കുറയും. കാരണം ലാലേട്ടനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേര് വോട്ട് ഒരിക്കലും ചെയ്യില്ല, ഉറപ്പാണ്. പക്ഷെ നാളത്തെ പ്രൊമോയില് നല്ലൊരു അടി ഉണ്ടാവുന്നുണ്ട്, ഗംഭീരടി. കണ്ടറിയാം നമുക്ക് നാളെ എന്താ അവസ്ഥ. പ്രൊമോ കണ്ടിട്ട് അക്ബർക്ക് ഇൻവോൾവ് ആണ്, ഷാനവാസ് ഇൻവോൾവ് ആണ്, അനുമോള് ഇൻവോൾവ് ആണ്. അപ്പോഴും അതിലും ആര്യനെ തുടക്കുന്ന ശരിപ്പെടുത്തുന്നതോ അറിയുന്ന കറക്റ്റ് കാര്യം എന്താ നമുക്കും അറിയില്ല. കണ്ടറിയാം, നാളത്തെ എപ്പിസോഡ് കണ്ടാലും അറിയുള്ളൂ എന്താ അവസ്ഥ. നാളത്തെ എപ്പിസോഡ് കണ്ടാലറിയാം. ബാക്കി ഇനി എന്താവും, ലാലേട്ടനും ഇല്ല, എപ്പിസോഡ് എങ്ങനാ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അടിയാന്ന് തോന്നുന്നത്. കുറച്ച് സീനാണ് അടി, ഉന്തലൊക്കെ ഉണ്ട്. ശരിക്കും നല്ല രീതിക്ക് ഗെയിം കളിച്ച് പോവാന്നുള്ളൂ. ഇവരൊക്കെ പേഴ്സണൽ ആയിട്ട് എന്തിനാണ് തല്ലൂടാൻ വേണ്ടി നിക്കണ മാതിരി ഉണ്ട് എല്ലാരും ട്ടാ. ഒരാളെന്നല്ല, എല്ലാവരുടെയും വിചാരം ഇതാണ് ഗെയിം എന്നാണ്. തല്ലുകൂടി ഒരാൾ മോശമില്ല, അനുമോളായാലും വേണ്ടില്ല, ഗിസേലായാലും വേണ്ടില്ല, അക്ബർക്ക്, ഷാനവാസ് എല്ലാരും കണക്കാ കാര്യത്തില്. അപ്പോഴും അവിടെയും കണ്ടന്റ് അനുമോളാണ്. അനുമോള് എനിക്ക് തോന്നുന്നു അനുമോള് എല്ലാത്തിനും തല ഇടുന്നുണ്ട്. പക്ഷെ ഈ സംഭവം ഒക്കെ പോയി വീഴണത് ബാക്കിയുള്ളവന്റെ തലക്കാണ്. ഇട്ട് കൊടുക്കുന്ന അനുമോളും പോയി വീണത് വേറെ ഒരുത്തന്റെ തലക്കാണ്. അനുമോൾക്ക് കരഞ്ഞു മാറിയിരുന്നാ മതി, ബാക്കിയുള്ളവർക്കാണ് പ്രശ്നം. സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് അത്രയും ഫാൻസും എന്ത് ചെയ്താലും കരഞ്ഞാ മതി എന്നുള്ള സാധനമാണ്. ഇപ്പോഴും എന്തിനാണ് പ്രേക്ഷകർ ഈ കരച്ചിനും അല്ലെങ്കിൽ സീരിയൽ ഇതും പിടിച്ചോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാനില്ല. ഫുൾ ലൈവ് കണ്ടാ മനസ്സിലാവും എന്താ സംഭവം നടക്കുന്നത്. ഈ കാണുന്ന ബിബി കാണുന്നവരൊന്നും ഫുള്ള് ലൈവ് കാണുന്നവരല്ല, എപ്പിസോഡിന്റെ കച്ച് മാത്രം കരച്ചിൽ മാത്രം കാണുന്നത്. നിങ്ങൾ ഫുള്ള് കാണണം, ലൈവ് ഒരു ദിവസം കണ്ടാ മതി. അപ്പോഴാണ് മനസ്സിലാവുക അനുമോൾ എന്താ ചെയ്യണെന്ന്. ആളെന്നെ തുടക്കം കുറിക്കും, എന്നിട്ട് ബാക്കിയുള്ളവർ അതിനെ റിയാക്ട് ചെയ്യും, അപ്പൊ ഇരുന്ന് മോങ്ങും. ഇതാണ് നടക്കുന്നത്. അതാണ് അനുമോള് തന്നെ അവിടെ അതിന്റെ ഉള്ളിലുള്ളവർ വിളിക്കണത് ഇതുകൊണ്ടാണ്. അണുവാണ് ആള്, എവിടെ കൊണ്ടിട്ടാലും കൃമിയാണ്. അതാണ് ഈ അമ്മമാർക്ക് പിന്നെ കരച്ചിൽ കണ്ട് ആർക്കാ വിഷമം വരാത്തത്. അതില് സപ്പോർട്ട് ചെയ്ത് പോകും എല്ലാരും. അമ്മമാരെ ഫാൻസ്, അങ്ങനെ ഒരു ഫാൻ ബേസ് നല്ല ഉണ്ട് ആൾക്ക്. എനിവേ നാളത്തെ പ്രമോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നാളത്തെ പ്രമോ കണ്ടിട്ട് ബാക്കി എന്താണ് നമുക്ക് വിലയിരുത്താം അല്ലെ. അപ്പൊ നാളെ കാണാം. നാളെ പാക്കലാം.